ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കരയിലെ ആ പ്രഖ്യാപിത മഹാപരിശുദ്ധനായ പാമ്പാടിയിലെ പൊത്തമ്പറം കുന്നിൽ താബോർ മലയിലെ താപസ സെഷനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പാമ്പാടി തിരുമേനി എന്ന അഭിധാനത്തിൽ ഈ പരിശുദ്ധൻ്റെ ദുഃഖറോനോ ഏപ്രിൽ 5 സഭ ഒന്നാകെ ആചരിക്കുന്നു. തൻ്റെ താപസ ശക്തി കൊണ്ട് അത്ഭുതങ്ങളുടെ കലവറയായി മാറിയ പുണ്യവാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ദിവ്യ ശക്തിയുടെ ഉടമയായിരുന്നു. സഭയെ ധന്യമാക്കി ഈ പരിശുദ്ധൻ കാലെ അവനെക്കുള്ളിൽ പറഞ്ഞിട്ട് 61 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിശക്തമായ കഠിന വ്രതത്താൽ പ്രകൃതിയെയും പ്രതികൂലതയെയും വരുതിയിലാക്കിയ ഈ താപസ ശ്രേഷ്ഠൻ തൻ്റെ കബറിടം 10,000ങ്ങളുടെ ആശ്വാസത്തിൻ്റെ അത്താണിയിലായി മാറി. ദിനംതോറും പൊത്തമ്പറം തേറായിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന വിശ്വാസികൾ മലങ്കരയുടെ ജീവസ്രോതസ്സായി ഇത് കരുതുന്നു. സഭയിലെ മേൽപ്പട്ടക്കാരും മേലധ്യക്ഷന്മാരും പട്ടക്കാരും ഈ കബറിടത്തിൽ നിത്യേന വന്ന് അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുന്നത് ഈ പരിശുദ്ധൻ്റെ മഹത്വമായി കരുതുന്നു. പരിശുദ്ധൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയപ്പെടുന്നത് 1935 മലങ്കര നസ്രാണികൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന കുന്നംകുളം പ്രദേശത്ത് പ്ലേഗ് എന്ന പകർച്ചവ്യാധി പടർന്നു പിടിച്ചു. നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി പേർ മരണാസന്നനായി കിടക്കുന്നു. തിരുമേനി വാർത്ത അറിഞ്ഞ ഉടനെ തൻ്റെ ആടുകളെ ആശ്വസിപ്പിക്കുവാനും ഈ രോഗത്തിന് ശമനം കാണുവാനുമായി കുന്നംകുളത്തേക്ക് തിരിച്ചു. തിരുമേനിയുടെ കാൽപ്പാടുകൾ കുന്നംകുളം പ്രദേശത്ത് പതിയുന്ന നിമിഷം അത്ഭുതകരമായി പകർച്ചവ്യാധിക്ക് ശമനമുണ്ടായി എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. കുന്നംകുളം പ്രദേശത്തേക്ക് കാലുകുത്തിയ സമയം തിരുമേനി തൻ്റെ സ്ലീവ എടുത്ത് പട്ടണത്തെ വാഴ്ത്തി പ്രാർത്ഥനയോടെ തൻ്റെ അരുമാകന് മുമ്പിൽ പ്രയാസങ്ങൾ നിരത്തിവെച്ചു, പ്രകൃതിയെ നിയന്ത്രിച്ചു എന്നായിട്ട് പറയുന്നത്. പ്രകൃതിയെ നിയന്ത്രിച്ച് ആ പ്രാർത്ഥന മൂലം വരൾച്ചയുടെ അതികഠിനമായ ദിനത്തിൽ മഴ പെയ്യിച്ച ചരിത്രവും വിശ്വാസികളുടെ മനസ്സിൽ മായാതെ കിടക്കുന്നു. തിരുമേനിയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച നിരവധി പേർക്ക് വിശ്വാസപൂർവം നോമ്പ് നോറ്റ് മഴ പെയ്യിച്ച അത്ഭുതങ്ങളും ഉണ്ടായിട്ടുള്ളതായി ഈ ലേഖകന് അനുഭവസ്ഥമാണ്. പൊത്തമ്പറം കുന്നിലെ താബോർ മലയിൽ ഒരു കാലത്ത് വിജനമായ കാട്ടിൻ പ്രദേശമായിരുന്നു. അവിടെയാണ് പാമ്പാടി ദേറ സ്ഥിതി ചെയ്യുന്നത്. 1914 മെയ് 24 കുറിയാക്കോസ് റമ്പാൻ അവിടെ താമസം ആരംഭിച്ചു. 1991 കൂതാശ ചെയ്യപ്പെട്ട ദേറായുടെ അനുമതിയുള്ള ദേവാലയത്തിൻ്റെ നിർമ്മിതിക്ക് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവായുടെ പ്രേരണ ശ്രദ്ധാർഹമായിരുന്നു. ആ കാലത്ത് സുന്നകദോസ് കൂടി പാമ്പാടി തിരുമേനിയെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുവാൻ വേണ്ട നടപടികൾ ആരംഭിച്ചെങ്കിലും ഇപ്പോഴും അത് ഔദ്യോഗികമായി നടന്നിട്ടില്ല. മലങ്കരയുടെ എല്ലാ മേലധ്യക്ഷന്മാരും മേൽപ്പട്ടക്കാരും അനുഗ്രഹത്തിനായി ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുന്നു കാഴ്ച കാണുമ്പോൾ തിരുമേനിയെ എന്തുകൊണ്ട് പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്നുള്ള കാലതാമസം നേരിടുന്നു എന്നൊരു ചോദ്യചിഹ്നമായി മാറുന്നു. ലാളിത്യത്തിൻ്റെ മകുടോദാഹരണമായ ജീവിതം നയിക്കുകയും ദാനശീലനും ദിന അനുകമ്പിയും ആയിരുന്ന പാമ്പാടി തിരുമേനി എന്ന പുണ്യാത്മാവിൻ്റെ ആ മുനിശേഷൻ്റെ ജീവിത ചരിത്രം പിൽക്കാലത്ത് എല്ലാ മേൽപ്പട്ടക്കാർക്കും പട്ടക്കാർക്കും മാതൃകയായി മാറി. കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന ഗ്രാമത്തിൽ കരിങ്ങണാമറ്റം കുടുംബത്തിൽപ്പെട്ട പേഴമറ്റത്തിയ ചാക്കോച്ചൻ്റെയും വെള്ളക്കോട്ട് വീട്ടിൽ ഇളച്ചിയുടെയും 5ാമത്തെ പുത്രനായി 1885 ഏപ്രിൽ 5 കുര്യാക്കോസ് എന്ന നാമധേയത്തിൽ പുണ്യപുരുഷൻ പൂജാദം ചെയ്തു. മടത്തിലാശാൻ എന്ന ഗുരുവിൻ്റെ കീഴിലാണ് കുര്യാക്കോസ് പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്.
പിന്നീട് കോട്ടയത്തെ വൈദിക സെമിനാരിയിൽ സുറിയാനി പഠനം പൂർത്തിയാക്കി. ബാല്യകാലത്തെ പാമ്പാടി വലിയ പള്ളിക്ക് സമീപം കന്നുകാലികളെ മേയിച്ചു കൊണ്ടിരുന്ന ബാലനായി കുര്യാക്കോസിനെ കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് കാണുകയുണ്ടായി. ഒരു മഹാപുരുഷത്തിനെ വാർത്തെടുക്കുന്നതിന് ഒരു തുടക്കമെന്ന് അത് കരുതുന്നു. 1899 ഫെബ്രുവരി 5 കടവിൽ മാർ പൗലോസ് അത്താനാസിയോസ് ഷമ്മാശി പട്ടം നൽകി 14-ാമത്തെ വയസ്സിൽ വൈദിക പദവികളുടെ പ്രഥമ സ്ഥാനത്ത് അലങ്കരിച്ചു. 1906 ജൂലൈ 28 കുര്യാക്കോസ് ഷമ്മാശന് വൈദിക പട്ടം നൽകി. അതേ സ്ഥലത്ത് വെച്ച് തന്നെ ജൂലൈ 29 കുര്യാക്കോസ് കത്തനാർക്ക് പൂർണ്ണ സന്യാസപട്ടമായ റെമ്പാൻ സ്ഥാനം നൽകിയപ്പോൾ പിൽക്കാലത്ത് മലങ്കരയുടെ മഹാപരിശുദ്ധനെയാണ് നിയോഗിച്ചതെന്ന് മലങ്കരയുടെ പ്രഥമ കാതോലിക്ക ബസേലിയോസ് പൗലോസ് പ്രഥമൻ ബാവ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. പിൽക്കാലത്ത് കുര്യാക്കോസ് റമ്പാൻ തൻ്റെ പ്രാർത്ഥനാപരമായ താപസ ജീവിതത്തോട് ഒന്നിച്ച് പഴയ സെമിനാരിയിലെ ഷമ്മാശന്മാരെ സുറിയാനി പഠിപ്പിക്കുവാനും ആരംഭിച്ചു. അന്ത്യോക്യ പാത്രികീസ് അബ്ദുള്ള ബാബായുടെ സാന്നിധ്യത്തിൽ സുറിയാനിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ കുർബാനയുടെ സമയത്ത് സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് തുടക്കമിട്ടത് പാത്രിയർക്കീസിന് പകരം റെമ്പാനായിരുന്നു. പിന്നീട് റമ്പാച്ചനോട് ഇത് ചോദിച്ചപ്പോൾ പാത്രിയർക്കീസ് ബാവയോട് റമ്പാച്ചൻ പറഞ്ഞ മറുപടി, വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ ഈ നിൽക്കുമ്പോൾ സ്വർഗസ്വനായ പിതാവിനെ കണ്ടതുകൊണ്ടാണ് അങ്ങനെ ചൊല്ലുവാൻ ഇടയായത് എന്ന് സൗമനസ്യപൂർവ്വം പറഞ്ഞു. വളരെ സന്തോഷവാനായി പാത്രിയർക്കീസ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. 1914 ജൂലൈ 30 മാർ കുര്യാക്കോസ് ദേറായിക്ക് വരും പെരുന്നാൾ ദിവസം കുര്യാക്കോസ് റമ്പാൻ പൊത്തൻപുറം കുന്നിൽ വന്നു. ചെറിയ മഠത്തിൽ വലിയ യാക്കോബ് കത്തനാർ ദേറ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തുകയുണ്ടായി. അങ്ങനെ കുര്യാക്കോസ് ദേറ താബോർ മലയിലെ പൊത്തൻപുറം കുന്നിൽ സ്ഥാപിതമായി എന്ന് പറയാം. താമസിയാതെ തന്നെ 1990 മകരം 15 താൽക്കാലിക ദേവാലയം കൂതാശ നടത്തി. അധ്വാനിക്കുന്നവരുടെ കൈമുത്തുവാന് മഹാനായ ഈ പുണ്യശ്ലോകൻ തയ്യാറായി ചരിത്രം രേഖപ്പെടുത്തുന്നു. പള്ളി പണിയുന്ന ഒരു ദിവസം മഴയെ പേടിച്ച് പിറ്റേ ദിവസം പണി നഷ്ടപ്പെടുമോ എന്ന സമയത്ത് തിരുമേനി അവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നാളെ മഴ ഉണ്ടാകുകയില്ല. പുണ്യവാൻ്റെ അതിശയ പ്രഖ്യാപനത്തിൻ്റെ ഇത് മാറ്റുകൂട്ടുന്നു. ദേറായിലെ നിത്യവൃത്തിക്ക് ഒന്നും ഇല്ലാതിരിക്കുന്ന അവസരത്തിലും ആരെങ്കിലും കൈനീട്ടിയാൽ ഉള്ളത് എടുത്തു കൊടുത്ത് ദൈവം കരുതിക്കൊള്ളുമെന്ന് ഉറച്ച വിശ്വാസം തിരുമേനിയുടെ ദാനശീലത്തെ എടുത്തു കാട്ടുന്നു. മക്കളെ, മരണം ഉണ്ടെന്നുള്ളത് മറക്കരുത് എന്ന ആപ്തവാക്യം ദിവ്യപുരുഷൻ വിശ്വാസികളെ ഓർപ്പിക്കുന്നു. താൻ അന്ത്യവിശ്രമം കൊള്ളുവാൻ കബറിടം നിർമ്മിച്ച് അതിനു മുകളിൽ കട്ടിലിട്ട് നിത്യമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതായി ശിഷ്യഗണങ്ങൾ പറയുന്നുണ്ടായിരുന്നു. മുനിശേഷൻ്റെ വാക്കും പ്രവൃത്തിയും ഏകോപിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തമായി ഇത് കരുതുന്നു. പാപമില്ലാത്ത കർത്താവ് നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ പാപം നിറഞ്ഞ മനുഷ്യർ എത്രമാത്രം പ്രാർത്ഥിക്കുകയും നോയമ്പ് നോക്കുകയും ചെയ്യണം എന്ന് തിരുമേനി ഇവിടെ വിശ്വാസികളെ ഓർപ്പിക്കുന്നു. നിരവധി കിണറുകൾ പല സ്ഥലങ്ങളിൽ കുഴിച്ചാലും വെള്ളം ലഭിക്കാത്ത അവസരത്തിൽ തിരുമേനിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം കാണിക്കുന്ന സ്ഥലത്ത് കിണർ കുഴിക്കുമ്പോൾ വറ്റാത്ത ഉറവകളുടെ നിറകുടമായി കിണറുകൾ മാറുന്നതായി തിരുമേനിയുടെ ജീവകാലത്ത് രേഖപ്പെടുത്തുന്ന തെളിവുകൾ ധാരാളമാണ്. പുണ്യവാൻ്റെ വിശുദ്ധ കബറിടത്തിലെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നാനാജാതി മതസ്ഥർ വന്ന് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങുന്നത് നിത്യേന കാഴ്ചയാണ്. ശാന്തനും സൽസ്വഭാവിയും പ്രാർത്ഥനാനിരതനുമായ ഒരു കുട്ടിയായിരുന്നു തിരുമേനി ബാല്യകാലത്ത്. ആര് വന്നാലും
ഭക്ഷണം കൊടുത്ത് മാത്രമേ തിരിച്ചയക്കാറുണ്ടായിരുന്നുള്ളൂ പാമ്പാടി ദേറായിൽ നിന്ന്. യാചകർ വന്നാൽ ഭക്ഷണവും സാമ്പത്തിക സഹായവും ചെയ്യുന്നത് ഒരു സ്ഥിരം അനുഭവമായിരുന്നു. ഒരിക്കൽ റമ്പാച്ചനായിരുന്ന അവസരത്തിൽ ഒരു രോഗിയെ സന്ദർശിക്കുവാനായി പോകുന്ന വഴിമധ്യേ ചിലർ കാമരം കയറ്റി തടി അറക്കുകയായിരുന്നു. റമ്പാച്ചൻ വന്നതുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിക്കുന്ന രീതി സംസാരിച്ചു. ഒന്നും ഉരിയാടാതെ റമ്പാച്ചൻ കടന്നുപോയപ്പോൾ പെട്ടെന്ന് ആ കാമരവും തടിയും താഴെ വീണു. തെറ്റു മനസ്സിലാക്കിയ ആ ജോലിക്കാർ റമ്പാച്ചൻ്റെ അരികെ വന്ന് തെറ്റ് ഏറ്റുപറഞ്ഞ് മുക്തി നേടിയതായി കാണുന്നു. 1911 സെപ്റ്റംബറിൽ കോട്ടയം സെമിനാരിയിൽ അസോസിയേഷൻ കുര്യാക്കോസ് റമ്പാനെ മെത്രാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയുണ്ടായി. തിരുമേനി മെത്രാൻ പദവി സ്വീകരിക്കാതെ ഒഴിഞ്ഞു നടക്കുകയായിരുന്നു. എന്നാൽ വട്ടശ്ശേരി തിരുമേനി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ നിർബന്ധിച്ച് 1929 ഫെബ്രുവരി 15 പഴയ സെമിനാരിൽ വെച്ച് ഗീവറിയസ് മാർ ഗ്രീഗോസ് ബെസോലിയോസ് ഗീവറിയസ് ദ്വിതീയൻ എന്ന അഭിധാനത്തിൽ മലങ്കരയുടെ രണ്ടാം കാതോലിക്കയെ വാഴിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസം 1929 ഫെബ്രുവരി 16 ശനിയാഴ്ച രാവിലെ മാർ ഏലിയ ചാപ്പലിൽ വെച്ച് വട്ടശ്ശേരിൽ മാർ ദിവന്യാസ്യോസ് തിരുമേനിയും ബെദനിയുടെ മാർ ഇവന്യാസ്യോസ് എന്നീ മെത്രാപ്പൊലിത്തമാരുടെ സഹകരണത്തോടെ കാതോലിക്ക ബാവ പോത്തമ്പുറത്ത് കുര്യാക്കോസ് റമ്പാനെ കുര്യാക്കോസ് മാർ ഗീഗാറിയസ് എന്ന അഭിനാമത്തിൽ മെത്രാനായി അഭിഷേകം ചെയ്തു. പിന്നീട് കോട്ടയം ഭദ്രാസനത്തിൻ്റെ ചുമതല തിരുമേനിക്ക് നൽകുകയുണ്ടായി. ഇടക്കാലത്ത് ഗ്രിഗോറിയോസ് മെത്രാൻ പരുമല തിരുമേനിയുടെ കബറിങ്കൽ താമസിച്ച് അവിടുത്തെ കാര്യങ്ങളും തിരുമേനിയുടെ പാദങ്ങളെ തുടരുകയും ചെയ്തതായി കാണുന്നു. ഉപേക്ഷിച്ച വിഷകാരികൾ ഒരു രോഗിയെ വെണ്ണിക്കുളത്തിനടുത്ത് സമീപത്ത് വെച്ച് തിരുമേനിയെ കാണിക്കുകയും തിരുമേനി സ്ലീവ എടുത്തി വാഴ്ത്തി കഴിഞ്ഞപ്പോൾ ആ വിഷബാധയേറ്റ രോഗി മരണവക്രത്തിൽ നിന്നും എളുപ്പം കണ്ണു തുറന്ന് പുണ്യവാന്റെ അതിശയപ്രവർത്തിക്ക് ഭാഗവാക്കുകയും ചെയ്തതായിട്ട് ചരിത്രം പറയുന്നു. മരണാസന്നരായ നിരവധി രോഗികൾ പാമ്പാടി തിരുമേനിയുടെ ദർശനം ലഭിച്ച ഉടനെ ഭേദമായി പോകുന്നത് നിത്യേനയുള്ള കാഴ്ചയായിരുന്നു. നെൽപ്പാടങ്ങളിലെ കീടബാധ മാറ്റുന്നതും തീണ്ടൽ തൊടിയിൽ ചെല്ലുന്ന മറ്റുള്ളവരെ പുണരുന്നതും ദേഹമാകെ പൊള്ളലേറ്റി വന്ന വല്യമ്മച്ചിയെ സൗഖ്യമാക്കുന്നതും ഉപവാസം കൊണ്ട് പള്ളി വഴക്കുകൾ തീർക്കുന്നതും രക്തസ്രവക്കാരിക്ക് സൗഖ്യം നൽകുന്നതും ഭൂതബാധിതയുടെ സൗഖ്യം മാറാരോഗത്തിൽ നിന്നും ബാലികയെ വിമുക്തമാക്കിയതും ടൈഫോയിഡ് രോഗിക്കും ക്ഷയരോഗികൾക്കും സൗഖ്യം നൽകിയതും നമ്പൂതിരിയുടെ ഭ്രാന്ത് മാറ്റിയതും അവസ്മാര രോഗം മൂലം വിഷമിക്കുന്ന ആളുകളുടെ രോഗം മാറ്റിയതും ചാത്തൻ്റെ ഉപദ്രവം മാറ്റി അവരെ വിമുക്തമാക്കിയതും എല്ലാം പരിശുദ്ധൻ്റെ അത്ഭുതങ്ങളിലെ ചിലവ് മാത്രമാണ്. തിരുമേനിയുടെ പ്രാർത്ഥനയാൽ സന്താനഭാഗ്യവും ജോലിഭാഗ്യവും മത്സര വിജയവും ക്യാൻസർ രോഗം മാറുകയും ചെയ്തതായി അനുഭവസ്ഥർ സാക്ഷിക്കുന്നു. ഭിക്ഷക്കാരന് സ്വർണ്ണമോതിരം കൊടുത്തതും മറ്റൊരു യാതിന് 100 രൂപ നൽകിയതും ജോലിയില്ലെന്ന് പറഞ്ഞ് വന്നവർക്ക് ജോലി കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ജോലി ചെയ്യാതെ തന്നെ കൂലി കൊടുക്കുകയും ദേറായിൽ വരുന്നവന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നൽകുന്നതും ഈ പുണ്യവാന്റെ ദാനശീലത്തിന് ഉദാഹരണങ്ങളാണ്. വിസ്താരഭയത്താൽ ഞാനിത് ചുരുക്കുകയാണ്. 1965 ഏപ്രിൽ 5 2:30 തിരുമേനിയുടെ പോക്കറ്റ് വാച്ച് നിലച്ചു. ആ സമയത്ത്
തിരുമേനി ഇഹലോകവാസം വെടിയുകയും ചെയ്തു. അങ്ങനെ താബോർ മലയിലെ പുണ്യശ്ലോകൻ പരിശുദ്ധനായ പാമ്പാടി തിരുമേനി ലക്ഷങ്ങളുടെ ആശ്വാസമായി ഇന്ന് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ദേറാപ്പള്ളിയോട് അനുബന്ധിച്ചുള്ള കബറിടത്തിലെ ഭൗതിക ശരീരം കബറടക്കി. ഇന്ന് തിരുമേനി നാനാജാതി മതസ്ഥരുടെ ആലംബവും കോട്ടയവും അനുഗ്രഹവുമായി നിലകൊള്ളുന്നു. പൊത്തമ്പറം കുന്നും പരിസര പ്രദേശങ്ങളും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാലും നിരവധി ചാരിറ്റി ആശ്രമങ്ങളായും ചാരിറ്റി സെൻ്ററായിട്ടും വളർന്ന് പന്തലിച്ച് ഇന്ന് പാമ്പാടിയെ മൊത്തം ദൈവിക ശ്രേയസ്സിൽ കൊണ്ടുവരുന്നു എന്നുള്ളത് മഹത്തരമായ ഒരു അനുഭവമായി മാറിയിരിക്കുന്നു. ദൈവം നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്നും ഈ പരിശുദ്ധൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയമുള്ളവരെ, ഇതിനോടനുബന്ധിച്ച് ഒരു ചെറിയ ഷോർട്സും ഞാൻ ഇടുന്നുണ്ട്. സത്ചിന്തകൾ അഥവാ റൈറ്റ് ഷോർട്സ് എന്ന് പറയുന്ന ഈ ചാനലിൽ നിങ്ങൾക്ക് വരും ലക്കങ്ങൾ ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കേണ്ടതില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കരയിലെ ആ പ്രഖ്യാപിത മഹാപരിശുദ്ധനായ പാമ്പാടിയിലെ